അവൻ്റെ പേരെന്ത് നസല. ഏടെ നാട്ടിലെ ഗുരുവായൂരാ. ക്യാമറ പേരെന്ത്? നെഹല. ഗുരുവായൂരല്ലേ? യൂട്യൂബറാണല്ലേ? എന്താ മോൻ്റെ ചാനലിൻ്റെ പേരുന്നത്? നെഹൽ വ്ളോഗ് അല്ലേ? മോൻ്റെ ചാനലിൻ്റെ പേര് നെഹൽ വ്ളോഗ് എന്നാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, നൂർ പെയിൻറ്റിലാണ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എക്സ്പോയിലാണ് ഉള്ളത്. എക്സ്പോയിൽ മൂന്നാമത്തെ പാർട്ടാണ് ഈ വീഡിയോ വരുന്നത്. കഴിഞ്ഞ 2 പാർട്ടും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കാണുക. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഐ ലിങ്ക് കൊടുക്കുക. എന്താണ് എക്സ്പോ എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അറിയാത്തവർക്കായിട്ട്. ഓക്കെ, എന്തായാലും ഞാൻ സൗദിയിലേക്കാണ് പോകുന്നത്, സൗദി പവലിയനിലേക്ക്. സൗദി പവലിയൻ്റെ മെയിൻ പ്രത്യേകത ഇതാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഗ്ലാസ്സിൽ നിന്ന് ശരിക്കും നടന്നു പോകുന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഓക്കെ, നല്ല രീതിയിൽ ശരിക്കും അടിപൊളി ഡിസൈനിങ് ആണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് സൗദി പവലിയനിൽ. അപ്പോൾ കുറേ ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. ഏകദേശം 3/4 മണിക്കൂറായി ഇവിടെ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു പവലിയനാണ് സൗദി അറേബ്യ. വെയിറ്റ് ചെയ്തതിന് കാര്യമുണ്ടോ നോക്കട്ടെ. ഓ നൈസ്, ഇതൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. ഓ, ഇബ്രാഹിം പാലസ് അൽ ഫൂഫ്. ഇത് ഇബ്രാഹിം പാലസാണ്. ഇത് അൽ ആൻ പാലസ്. ഇത് ഇമാറ പാലസ്. ഇതൊക്കെയാണ് മൃഗങ്ങളൊക്കെ സൂപ്പറാണല്ലേ? മാഷാഅല്ലാഹ്. സൈഡ് വ്യൂ മറ്റേ മുകളിലും. അതുപോലെ തന്നെ എക്സ്പോയിൽ ഫുഡ് കോർട്ടുകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്ട്രീറ്റ് ഷോപ്പുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാം. അത്രയും നല്ല മനോഹരമായി തന്നെ ശരിക്കും എക്സ്പോ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട് ഇവിടെ. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരുന്നല്ലോ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ ലൈവ് പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് ഈവനിങ് ആയിക്കഴിഞ്ഞാൽ അങ്ങനത്തെ നല്ല നല്ല പരിപാടികളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അതിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ് സ്റ്റേജ്. ഇതാ വലിയ ഗാലറിയാണ്. ഇപ്പോൾ ഇന്ത്യൻ പവലിയൻ്റെ തൊട്ടടുത്താണ് ഈ ഗാലറി വരുന്നത്, ഈ സ്റ്റേജ് വരുന്നത്. ഇന്ത്യൻ പവലിയനിലേക്ക് കയറുന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കുറച്ച് സമയം നിൽക്കേണ്ടി വരും. എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്തായാലും നമ്മൾ UAE വന്നിട്ട് എക്സ്പോയിൽ വന്നിട്ട് ഇന്ത്യ കവർ ചെയ്യാണ്ടിരിക്കൽ വളരെ മോശമല്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് കവർ ചെയ്യാം. ഇതാണ് നമ്മുടെ ഇന്ത്യ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എന്തായാലും ക്യൂ നിൽക്കാം.
ഇന്ത്യൻ പവലിയൻ കുറച്ച് ക്യൂ ഉണ്ട് കേട്ടോ. വെൽക്കം ടു ഇന്ത്യ. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ കാണുന്ന സ്പേസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. സ്പേസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. സൂപ്പർ ആക്കിയല്ലേ. ഇതിലൂടെ മെൻഷൻ ചെയ്തിട്ട് കാണിച്ചത് ISRO നമ്മുടെ നാടിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ ഡിസ്പ്ലേ ചെയ്തിട്ട് കാണിക്കുന്നത്. വേൾഡ് ISRO. ഇത് യോഗയാണ്. നമ്മുടെ നാട്ടിലെ യോഗ ശരിക്കും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. യോഗനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും കാണാനൊക്കെ ഉള്ളൊരു പവലിയൻ തന്നെയാണ് ഇന്ത്യൻ പവലിയൻ. എന്തായാലും മിസ് ചെയ്യണ്ടായിരുന്നു. ഇത് 2-3 ഫ്ലോർ ഉണ്ടെന്ന് തോന്നേ. ഇനി നെക്സ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. സൂപ്പർ. ഇന്ത്യൻ്റെ ഫിലിം ഇൻഡസ്ട്രിയാണ് ഇവിടെ ഫുള്ള് കാണിക്കുന്നത്. സൂപ്പർ. ഇന്ത്യയിൽ കണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് താജ്മഹൽ. താജ്മഹൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. '50 ഓഫ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ, ലേറ്റ് 1940s. ഇൻഡിപെൻഡൻസിന് മുമ്പിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പ്രൊജക്റ്റ് ചെയ്തിട്ട് കാണിച്ചത്. നമ്മളെ ഇന്ത്യൻ ഡിഫൻസിൻ്റെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ശരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പൊളി. ഈ ഫ്ലോർ ഇത്രയുള്ളൂ. ഇനി അടുത്ത ഫ്ലോറിലേക്ക് പോവാം. ഇവിടെ എമർജിങ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ക്യാബിൻ ഉണ്ട്, അതിനകത്ത് കയറി വെക്കാം. എമർജിങ് ഇന്ത്യനകത്ത് എന്താണില്ല നോക്കട്ടെ. പ്രധാനമന്ത്രി സംസാരിക്കുന്നുണ്ട് എമർജിങ് ഇന്ത്യയിൽ. പ്രത്യേകിച്ച് വേറൊന്നുമില്ല. സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ട് ഇതാ ഗോൾഡ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നത്. മലബാർ ഗോൾഡിൻ്റെ ഇതാണ്. അവർ ഗോൾഡ് ഉണ്ടാക്കുന്നത് കാണിക്കുകയാണ്. മെഷീനും കാര്യങ്ങളൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. സൂപ്പറാണ്.
സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഇതിലെവിടെ സ്പീക്കറുണ്ട്, ചെവിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് സൗണ്ട് കേൾക്കാം. ഇവിടെ ന്യൂ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്. ന്യൂ ഇന്ത്യ, ഇത് നമ്മളെ എയർ ഇന്ത്യയൊക്കെയാണ്. നമ്മൾ പ്രധാനമന്ത്രിയായിട്ട് സംസാരിക്കാനുള്ളൊരു അവസരം കൊടുക്കുകയാണ് എല്ലാവർക്കും. അതാണ് ഡിസ്പ്ലേ ചെയ്തിട്ട് കാണിക്കുന്നത്. ഇവിടെ അതിൻ്റെ ഫോട്ടോ നമുക്ക് ഇവിടുന്ന് കിട്ടുകയും ചെയ്യും. ആ പിക്ചർ എടുത്ത് തരും. ഇതാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ശില്പമാണ് ഈ കാണുന്നത്. എന്തായാലും രസമാക്കി. ഇന്ത്യൻ ഭാവിയിൽ എന്തായാലും മിസ് ചെയ്യണ്ട, നല്ല കാണാനുണ്ട് കേട്ടോ. റോബോട്ട് അപ്പോൾ ഫ്രണ്ട്സ്, ഇതിനടുത്തത് UAE പവലിയനിലേക്കാണ് ഞാൻ പോകുന്നത്. ഓടിയും ഏകദേശം ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. ഇന്ത്യയിൽ നിന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട്. അടുത്ത ഡോമിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ഫുഡ് കോർട്ടുകൾ, അതുപോലെ തന്നെ ഡ്രസ്സ് ഷോപ്പുകൾ, എല്ലാ ഷോപ്പുകളും ഇവിടെ ഉണ്ട്. നമുക്ക് ചെറിയ പർച്ചേസൊക്കെ നടത്താനുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡ്യൂട്ടി ഫ്രീ സെറ്റപ്പിൽ ഇവിടെ ഷോപ്പ്. എക്സ്പോയിൽ വരുന്നുണ്ടെങ്കിൽ UAE പവലിയിൽ വരാൻ വേണ്ടി മറക്കരുത്. ഇതാ ഡിസൈഡൊക്കെ ഒറിജിനൽ മണ്ണാണ്. ഇതാ സൂപ്പർ. ലിവ ഡിസേർട്ടാണ് ഇതാണെന്ന് പറയുന്നവർ. While you are waiting, I will give you some information about the tree. It's called Gap tree. It's considered as our national tree. It's also protected by the law. No one is allowed to cut this type. ഒരുപാട് ഡിസേർട്ട്, ഒരുപാട് അതുപോലെ കടലാണ്. ഇത് കടലിലെ മണ്ണാണ്, കടൽക്കര. ബീച്ച് സൈഡാക്കി വെച്ചൊക്കെ ബീച്ച്, അതുപോലെ മണ്ണും അതായത് ആകാശവും സൂപ്പറാണ്. സൂപ്പർ വൈബ്, ഒന്നും പറയാനില്ല. തൊണ്ണൂറ് കൊല്ലം മുമ്പത്തെ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്, പ്രൊജക്റ്റ് ചെയ്ത്.
wanted to unite with the surrounding areas. And what were the surrounding areas? Dubai, Sharjah, Ajman, Ras Al Khaimah, and those emirates. So he went to the leaders of each emirate so he can convince them to unite and form a country. This was in 1968, right? In 1971, the United Arab Emirates was formed. So 3 years later, the United Arab Emirates was formed. പഴയ കാലത്ത് ഇങ്ങനെയായിരുന്നു, ഫുൾ മരുഭൂമിയും. അപ്പോൾ അത് 2020 കഴിയുമ്പോൾക്ക് 21 കഴിയുമ്പോഴേക്കിലെ ആ മാറ്റങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ചരിത്രങ്ങളും. പഴയകാലത്തെ സ്പോർട്സാണ് UAE സ്പോർട്സ് ആക്ടിവിറ്റീസ്. പഴയ കാലം മുതൽ പുതിയ കാലം വരെ ഇല്ലതാണ്. പഴയ എയർപോർട്ടാണിത്, ദുബായ് എയർപോർട്ട്. ഇതിനകത്ത് എന്തൊരു ഷോ ഉണ്ട്, ഇവർ തിയേറ്റർ പോലെ ആക്കിയിട്ട് എന്തോ UAE കാര്യങ്ങൾ ഷോ ചെയ്ത് കാണിക്കുകയാണ്. എന്തായാലും അത് കാണാം. സീറ്റൊക്കെ കുലുങ്ങുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എത്ര പോലും ഉണ്ടോ കേട്ടോ. ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങി കുറച്ചും കൂടി കാണാനുണ്ട് കേട്ടോ. ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ തന്നെ കുറച്ചും കൂടിയും കാണാനുണ്ട്. ഇപ്പം ന്യൂ ദുബായ് ആണിത്. ദുബായിൻ്റെ കൃഷിയും ഇതൊക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ദുബായിൻ്റെ കൃഷിയൊക്കെയാണ്.
ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ടോ? ഇത് ഡ്രൈവർ ഇല്ലാത്ത വണ്ടിയാണ്. ഡ്രൈവർ ഇല്ലാണ്ട് ഒറ്റക്ക് ഓടുന്ന വണ്ടിയാണിത്. ഇത് പുതുതായിട്ട് ഇപ്പം UAE ലോഞ്ച് ചെയ്ത വണ്ടിയാണ്. ഓട്ടോമാറ്റിക്. അതിനൊക്കെ ഒരു ആപ്പൊക്കെ ഉണ്ട്. നമുക്കത് ആപ്പിൾ സ്റ്റോറിലും പ്ലേ സ്റ്റോറിലൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാണ് കയ്യിൽ വിളിച്ചിട്ട് അതിങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. പക്ഷേ ഇപ്പോൾ അബുദാബിയിലൊക്കെ ഇത് സ്റ്റാർട്ടായിട്ടുണ്ട്. അബുദാബി സിറ്റിയിലൊക്കെ 2-3 സ്ഥലങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് ഇതൊക്കെ തന്നെ ആയിരിക്കും. എന്തായാലും UAE വന്നിട്ട് സ്റ്റാമ്പ് ചെയ്തിട്ട് വരണ്ട. സ്റ്റാമ്പ് 2-3 ചെയ്തിട്ടുള്ളൂ. താങ്ക് യു. ഈ ട്രാൻസ്പോർട്ട് ഒന്നുമില്ല, ക്ലബ് കാർ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് പലർക്കും അറിയില്ല, എക്സ്പോയിലില്ല എല്ലാവർക്കും. ഓക്കെ, ഇത് പോലീസിൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ 2025 ജപ്പാനിലാണ് ഞാൻ അടുത്ത എക്സ്പോ വരുന്നത്. അതുകൊണ്ടാണ് 3 മാസത്തിന് ശേഷം ഞാൻ ഈ വീഡിയോ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് പിന്നെ ജപ്പാനിലേക്ക് പോകേണ്ടി വരും. ഓക്കെ, തൊട്ടടുത്തുണ്ടായിട്ട് പോകാണ്ടിരിക്കൽ മോശമല്ലേ? അത് ഭയങ്കര മിസ്സിങ് തന്നെ ആയിരിക്കും. ശരിക്കും ഈ 2 ദിവസം കൊണ്ടൊന്നും ഒരിക്കലും 1-2 ദിവസം കൊണ്ടൊന്നും എക്സ്പോ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു 3-4 ദിവസമെങ്കിലും അത്യാവശ്യം ടൈം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏകദേശം ഇല്ല മൊത്തം പവലിയനെ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. 192 പവലിയനുണ്ട്. ഓക്കെ, അത്യാവശ്യം വീക്കെൻഡിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കുണ്ട് ഓരോ പവലിയനിലും. അപ്പോൾ ടൈം എടുത്തിട്ടേ നമുക്ക് ഓരോ പവലിയനും കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. ഓക്കെ, അവിടെ ഞാൻ ഫുള്ള് പവലിയനൊന്നും ഞാൻ കവർ ചെയ്യുന്നില്ല. അത്യാവശ്യം വേണ്ടപ്പെട്ട അറിയപ്പെടുന്ന പവലിയനൊക്കെ മാത്രമേ ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതോടുകൂടി എക്സ്പോൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അതുപോലെ നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് നല്ല അടിപൊളി എൻ്റർടൈൻമെൻറ്റ് വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസുകളൊക്കെ ആയിട്ട് ഞങ്ങളുടെ മുമ്പിൽ വരാം. ഓക്കെ, അപ്പോൾ ബൈ എക്സ്പോ 2020.